السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لن تحصوه فتاب عليكم فاقرؤوا ما تيسر من القرآن. സൂറത്തുൽ മുസമ്മിലിലെ 20-ാമത്തെ ആയത്ത്, ആ 20-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അഥവാ സൂറത്തുൽ മുസമ്മിലിന്റെ ആദ്യ ഭാഗങ്ങളിൽ, ആദ്യ ആയത്തുകളിൽ രാത്രി കൂടുതൽ സമയം നിന്ന് നിസ്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. തഹജ്ജുദ്, രാത്രി നിസ്കാരം, അത് രാത്രിയുടെ പകുതി അല്ലെങ്കിൽ 2/3 ഭാഗം, അങ്ങനെ രാത്രിയിൽ ഭൂരിഭാഗവും നിസ്കരിക്കാൻ വേണ്ടിയുള്ള കൽപ്പനയായിരുന്നു. എന്നാൽ ഈ അവസാന ആയത്തിലൂടെ അങ്ങനെ കൂടുതൽ സമയം നിസ്കരിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, ഒരു ആശ്വാസം നൽകുകയാണ്, ചില ഇളവുകൾ പ്രഖ്യാപിക്കുകയാണ് ഈ അവസാന ആയത്തുകളിലൂടെ. നമുക്കത് കേൾക്കാം. ഇന്ന റബ്ബക, തീർച്ചയായിട്ടും നബിയെ അങ്ങയുടെ റബ്ബ്, യഅലമു, ആ റബ്ബ് അറിയുന്നുണ്ട്, അന്നക, തീർച്ചയായിട്ടും അങ്ങ്, തഖൂമു, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, അദ്നാ മിൻ സുലുസയിൽ ലൈൽ, രാത്രിയുടെ 2/3 ഭാഗത്തോളവും എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട് എന്നറിയുന്നുണ്ട്. വനിസ്ഫഹു, രാത്രിയുടെ പകുതിയും, അതുപോലെ വസുലുസഹു, രാത്രിയുടെ 1/3 ഭാഗവും എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നുണ്ട്. ആരൊക്കെ? വത്വാഇഫത്തു, നബിയെ നിങ്ങളും, വത്വാഇഫത്തും മിനല്ലദീന മഅക, നിങ്ങളുടെ കൂടെയുള്ള ഒരു വിഭാഗവും. അപ്പൊ നബി അങ്ങും സ്വഹാബത്തും രാത്രിയുടെ പകുതിയോ അല്ലെങ്കിൽ 1/3 ഭാഗമോ അതല്ലെങ്കിൽ 2/3 ഭാഗത്തോളമോ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. അല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ, അള്ളാഹുവാണ് രാത്രിയെയും പകലിനെയും കണക്കാക്കുന്നവൻ, കണക്കുകൂട്ടുന്നവൻ അള്ളാഹുവാണ്. അലിമ, അള്ളാഹു അറിഞ്ഞിരിക്കുന്നു, അല്ലൻ തുഹ്സൂഹു, നിങ്ങൾക്ക് അതൊന്നും തിട്ടപ്പെടുത്താനാവില്ല എന്ന് അള്ളാഹുവിനറിയാം. ഫതാബ അലൈക്കും, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേൽ അള്ളാഹു ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഖേദപ്രകടനങ്ങൾ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖിയാമുൽ ലൈലിന്റെ ദൈർഘ്യം, അഥവാ പരമാവധി രാത്രിയുടെ 2/3 ഭാഗം, ആ രാത്രിയുടെ 2/3 ഭാഗം അത് കുറഞ്ഞു പോകുമോ, അഥവാ ആ രാത്രി നിസ്കാരത്തിന്റെ സമയം കുറഞ്ഞു പോകുമോ, അതല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങൾ വന്നു പോകുമോ എന്ന് പേടിച്ച് ചില അനുചരന്മാര് രാത്രി മുഴുവൻ നിസ്കരിക്കുമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോ രാവിന്റെ പകുതിയും 1/3 ഭാഗവും ഒക്കെ വളരെ കൃത്യമായി കണക്കാക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമായി അനുഭവപ്പെട്ടപ്പോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അല്ലാഹു തആല ക്ഷമിച്ചിരിക്കുന്നു, നിങ്ങളുടെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്. പിന്നെ അല്ലാഹു തആല പറയുന്നത് അവർക്ക് എളുപ്പമാക്കി കൊടുക്കുന്ന കാര്യമാണ്, അഥവാ നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങളിൽ നിന്ന് ഇളവുകൾ പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞ രാത്രിയുടെ പകുതി അല്ലെങ്കിൽ രാത്രിയുടെ ഭൂരിഭാഗവും രാത്രി നിസ്കാരത്തിന് വേണ്ടി ചെലവഴിക്കണമെന്നൊക്കെയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് അല്ലാഹു തആല ഇളവുകൾ പ്രഖ്യാപിക്കുകയാണ്. ഫഖറഊ, നിങ്ങൾ ഓതുക, മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് സാധ്യമാകുന്നത് നിങ്ങൾ പാരായണം ചെയ്യുക. ഖുർആനിൽ നിന്ന് സാധ്യമാകുന്നത് പാരായണം ചെയ്ത് നിസ്കരിച്ചാൽ മതി എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറയാണ്, അലിമ, അള്ളാഹു അറിഞ്ഞിരിക്കുന്നു, അള്ളാഹുവിനറിയാം, അൻസയകൂനു മിൻകും മർളാ, നിങ്ങളിൽ രോഗമുള്ളവരുണ്ടെന്നും, വആഖറൂന യദ്രിബൂന ഫിൽ അർള്,
ഭൂമിയിൽ തിരിച്ചവരുണ്ട്, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ട്. എന്തിനു വേണ്ടി? യബ്തഗൂന മിൻ ഫളില്ലാഹ്, അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അവർ തേടുന്നവരായ അവസ്ഥയിൽ. അതായത് ജോലി ആവശ്യാർത്ഥം ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടെന്നും അള്ളാഹുവിനറിയാം. വആഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാഹ്, വേറെ ചില ആളുകളുമുണ്ട്. എങ്ങനെയുള്ളവരാണ്? യുഖാതിലൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്ന ഒരു വിഭാഗവുമുണ്ടെന്ന് അള്ളാഹുവിനറിയാം. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ. ഒന്ന്, രോഗികളായ ആളുകളുണ്ടെന്നറിയാം. അതുപോലെ തന്നെ പകല് സമയങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന, ധാരാളം സമയം ജോലി ചെയ്യുന്ന ആളുകളുണ്ടെന്നറിയാം. അതുപോലെ തന്നെ ധർമ്മസമരം ചെയ്യുന്ന ആളുകളുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം രാത്രിയിലെ ഭൂരിഭാഗം സമയവും നിസ്കാരത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ശാരീരികമായ പ്രയാസമായിട്ട് അനുഭവപ്പെടും. അത് അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞു, ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് സാധ്യമായത് പാരായണം ചെയ്ത് നിങ്ങൾ നിസ്കരിക്കുക എന്ന്. പിന്നെ നമ്മൾ ചിന്തിക്കും, പിന്നെന്തിനാണ് ആദ്യമേ ഇത്രയും കൂടുതൽ സമയം രാത്രി നിസ്കരിക്കണമെന്ന് അള്ളാഹു താല പറഞ്ഞത് എന്ന്. ആ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ആ തുടക്ക സമയത്ത് അള്ളാഹു താല അങ്ങനെ നിർദ്ദേശിക്കുവാനുള്ള കാരണം, ആ രാത്രി നിസ്കാരത്തിലൂടെ ആ മുഅ്മിനീങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അനുചരന്മാരുടെയും ഹൃദയത്തിൽ ഈമാൻ ഫലപ്പെടുത്തുകയും അങ്ങനെ മാനസികമായ കരുത്തുള്ളവരാക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു ഈയൊരു നിസ്കാരത്തിന്റെ ദൈർഘ്യം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരുന്നത്. രാത്രി നിസ്കാരം എന്നുള്ളത് വലിയ ഊർജം പകരുന്ന ഒന്നാണ്, വലിയ ശക്തി പകരുന്ന, കരുത്തു പകരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ തുടക്ക സമയത്ത് ദീർഘമായ സമയം രാത്രിയിൽ അവർ നിസ്കാരത്തിന് വേണ്ടി ചെലവഴിച്ചപ്പോ ആത്മീയമായി അവർ വലിയ ശക്തിയുള്ളവരായിട്ട് മാറി. പിന്നീട് അല്ലാഹു തആല അവർക്ക് ഇളവുകൾ നൽകുകയാണ്. അഥവാ രാത്രിയുടെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതില്ല, അല്പസമയം ചെലവഴിച്ചാൽ മതി എന്ന, അല്ലെങ്കിൽ സാധ്യമാവുന്നത്ര ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിച്ചാൽ മതി എന്ന അർത്ഥത്തിൽ അല്ലാഹു തആല ഈ ആയത്ത് ഇറക്കുകയാണ്. ഇതൊരു വലിയ ആശ്വാസം നൽകുന്ന ഒരു ആയത്താണ്. അതിന് അല്ലാഹു തആല പറഞ്ഞ കാരണങ്ങളിൽ 3 കാരണങ്ങൾ ഇവിടെ പറഞ്ഞു. നിങ്ങളിൽ രോഗികളുണ്ട്, നിങ്ങളിൽ രാവിലെ പകൽ സമയങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ ധർമ്മസമരം ചെയ്യുന്നവരുണ്ട്. അപ്പോ ധർമ്മസമരം ചെയ്യുന്നവരുടെ ആ കാര്യം പറയുമ്പോൾ തന്നെയാണ് എന്തു പറഞ്ഞത്? ജോലി ചെയ്യുന്നവരുണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ജോലി ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് എന്ന് ഇതിലൂടെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതങ്ങനെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, ജോലി ചെയ്യുന്നവരെ കുറിച്ച്, അധ്വാനിക്കുന്നവരെ കുറിച്ച്. അതായത് മനുഷ്യന്മാർ ചെയ്ത ചില പാപങ്ങളുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, മനുഷ്യന്മാർ ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്. ആ പാപങ്ങള് നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സ്വതക്ക കൊണ്ടോ പൊറുക്കപ്പെടുകയില്ല. എന്നാൽ തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്ന ആള്, അയാളുടെ ആ അധ്വാനം കാരണം അയാളുടെ ആ പാപങ്ങൾ പോലും, അഥവാ നിസ്കാരം കൊണ്ടും നോമ്പുകൊണ്ടും സ്വതക്ക കൊണ്ടുപോലും പൊറുക്കപ്പെടാത്ത ആ പാപങ്ങള് അധ്വാനിക്കുന്നു എന്ന കാരണത്താൽ, കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു എന്ന കാരണത്താൽ അയാളുടെ ആ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോ അധ്വാനിക്കുക എന്നുള്ളത്, ജോലി ചെയ്യുക എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമാണ്, വലിയൊരു കാര്യമാണ്, പരലോകത്ത് വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് രാത്രികളിൽ കൂടുതൽ സമയം നിങ്ങൾ നിസ്കാരത്തിന് ചെലവഴിക്കേണ്ടതില്ല എന്ന ഇളവുകൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ ഒരു പട്ടണത്തിൽ നിന്ന് ഒരു സാധനം മറ്റൊരു പട്ടണത്തിൽ കൊണ്ടുപോയി ക്ഷമയോടെയും പ്രതിഫല ഉദ്ദേശിച്ചുകൊണ്ടും ന്യായവിലക്ക് വിറ്റാൽ, കച്ചവടം നടത്തിയാൽ അയാൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ രക്തസാക്ഷികളുടെ സ്ഥാനമുണ്ട് എന്ന്. അപ്പോ തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി കച്ചവടം ചെയ്യുക, ന്യായമായ രീതിയിൽ അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് കച്ചവടം ചെയ്യുക എന്നുള്ളത് രക്തസാക്ഷികളുടെ പ്രതിഫലത്തിന് അത്രത്തോളം എത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അതൊരു വലിയൊരു നന്മയാണ് എന്ന് ഇതിലൂടെ അറിയിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതാ ഇളവുകളുണ്ട് എന്ന് ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുള്ളത് ഈ 20-ാമത്തെ ആയത്തിന്റെ 2-ാമത്തെ ഭാഗമാണ്. അത് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സംസാരിക്കാം. ഇത് 14-ാം ഭാഗമാണ്.
മൊത്തമായി 15 ഭാഗമാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. അപ്പൊ നാളത്തെ ക്ലാസ്സോടുകൂടി ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുസമ്മിലിന്റെ ഈ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കും. അതിനുശേഷം എക്സാം ആണ്. എക്സാം ഇൻഷാ അല്ലാഹ് ഡേറ്റ് ഒക്കെ നാളെ അറിയിക്കുന്നതാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ക്ലാസ്സുകൾ നന്നായി ശ്രവിക്കുകയും എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുക. നമ്മുടെ സമസ്ത മസ്കറ്റ് ഓൺലൈൻ കൂട്ടായ്മ വലിയ സമ്മാനങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കാത്തിരിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.